ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ നവ്യ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഈ രാത്രി യാത്ര ചെയ്യുന്ന ആളാണോ നിങ്ങൾ? അപ്പം ഞങ്ങൾ രാത്രി യാത്ര ചെയ്യുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് ആദ്യമായിട്ടാണ് ബൈക്കിൽ യാത്ര ചെയ്തിട്ടുണ്ട്. ബൈക്കിൽ ആദ്യമായിട്ടാണ് വീഡിയോ എടുത്ത് പോകുന്നത്. അപ്പോൾ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. അപ്പോൾ നമ്മളിപ്പോൾ പോകുന്നത് വേറെ എവിടെയല്ല, ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ടാണ്. ഭക്ഷണം കഴിക്കാൻ പോകുന്നത് വേങ്ങപ്പള്ളിയാണ്. വേങ്ങപ്പള്ളി അപ്പോൾ നല്ലൊരു വൈബാണ്. എനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ചെറിയൊരു മഴയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതാണ് ഇങ്ങനെ കോട്ടൊക്കെ ഇട്ടത്. അങ്ങനെ കോട്ടൊക്കെ ഇട്ട് നല്ല രസമായിട്ട് ഈ മഴയത്ത് ഇങ്ങനെ കോട്ടൊക്കെ ഇട്ടിട്ട് പോകാനൊക്കെ നല്ല രസമാണ്. അപ്പോൾ ഗായ്സ്, അപ്പം നമ്മൾ അവിടെ എത്തിക്കഴിഞ്ഞു. റെസ്റ്റോറൻറ്റിൻ്റെ പേരാണ് മാമൻസ് റെസ്റ്റോറൻറ്റ് എന്ന് പറയുന്നത്. വേങ്ങപ്പള്ളിയാണ്. ഇവിടെ ഉള്ളവർക്ക് അറിയായിരിക്കും. വേങ്ങപ്പള്ളി എവിടെയാണെന്ന് അറിയായിരിക്കും. വേങ്ങപ്പള്ളി ടൗണിൽ നിന്ന് കുറച്ച് പോകണം. എന്തായാലും ഞങ്ങൾ പാർക്കിംഗ് ഏരിയയിൽ പോയി. അപ്പോൾ ഗൈസ്, അപ്പോൾ ഞങ്ങൾ അവിടെ എത്തി. ഇനി വണ്ടി ഒന്ന് പാർക്ക് ചെയ്തിട്ട് നമുക്ക് അങ്ങോട്ടേക്ക് പോവാം. അപ്പോഴേക്കും കുഞ്ഞിനിപ്പോൾ ഇങ്ങനെ ഒരു സ്ഥലത്ത് തന്നെ നിൽക്കുന്ന ഇഷ്ടമല്ല. അതുകൊണ്ട് അവളിങ്ങനെ പാറി 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 നടക്കും. എത്ര ശ്രമിച്ചാലും അവളെ ശരിക്കും നിർത്താൻ പറ്റില്ല. അപ്പോൾ ഇവിടുത്തെ എന്താ സ്പെഷ്യലെന്ന് എനിക്കറിയില്ല. നമുക്ക് ഇവിടെ എന്താണ് സ്പെഷ്യലെന്ന് നമുക്ക് അവരോട് തന്നെ ചോദിക്കാം. അപ്പോൾ ഞങ്ങൾ കുറേ വന്നിട്ടുണ്ടെങ്കിലും ഞങ്ങൾ ഇവിടുന്ന് വീഡിയോ എടുക്കുന്ന ആദ്യമായിട്ടാണ്. അതുകൊണ്ട് നമുക്ക് ഇവിടെ നല്ല സൗകര്യങ്ങളുണ്ട്. എത്ര പേര് വന്നാലും നമുക്ക് അവിടെ ഇരിക്കാനുള്ള സൗകര്യമുണ്ട് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ ബാക്കി കാര്യങ്ങൾ ഇവരോട് തന്നെ ചോദിക്കാം. ഹലോ ഗായ്സ്, അപ്പോൾ ഇവിടെ ഏറ്റവും സ്പെഷ്യൽ എന്ന് പറയുന്നത് കുഴിമന്തിയാണ്, പിന്നെ അൽഫാം. ഈ രണ്ട് ഐറ്റംസാണ് ഇവിടുത്തെ ഏറ്റവും വലിയ സ്പെഷ്യൽ. അപ്പോൾ എല്ലാവർക്കും ഇവിടെ വന്ന് കഴിക്കണമെങ്കിൽ വന്ന് കഴിക്കാം. ഏറ്റവും നല്ല ഫുഡാണ്, നല്ല സർവീസാണ്. എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞങ്ങൾ ഒരു വെറൈറ്റിക്ക്, ഞങ്ങൾ എപ്പോഴും അകത്തായിരുന്നു ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നത്. ഇന്നൊരു വെറൈറ്റിക്ക് പുറത്ത്, ഒന്നാമത് രാത്രിയാണ്. അപ്പോൾ വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ വെളിച്ചം വേണ്ടേ, അതുകൊണ്ട് ഞങ്ങൾ പുറത്തിരിക്കാമെന്ന് വിചാരിച്ചു. അത് നല്ലൊരു ആംബിയൻസ് ആണല്ലോ. എനിക്ക് ഭയങ്കര ഇങ്ങനെയൊക്കെ ഇരിക്കുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ അവിടെ ഉള്ള ആൾക്കാരാണ്, അവർക്ക് നമ്മളെ അറിയാം. പക്ഷേ എന്നാലും നമുക്കെന്തോ ഇതുപോലെ ഒരു ടൂറിസ്റ്റ് വന്നിരിക്കുന്നത് പോലെ ഒരു ഫീല്. അപ്പോൾ എന്തായാലും എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. അതിനിടയ്ക്ക് അവിടെ ഒരു കുളം അതൊക്കെ ഉണ്ട്. കുളത്തിനകത്ത് മീനും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അപ്പോൾ കുഞ്ഞ് നിൽക്കൂലല്ലോ, കുഞ്ഞിങ്ങനെ ഓടിക്കൊണ്ടേയിരിക്കും. അപ്പോൾ അവൾക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു ഇതൊക്കെ. അപ്പോൾ മീനിൻ്റെ ഇതൊക്കെ ഇങ്ങനെ പോകുന്നത് എന്ത് മീനാണെന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ അത് പിടിക്കാൻ വേണ്ടി അവൾ നോക്കുന്നുണ്ട്. അപ്പോൾ അവൾ ചിലപ്പോൾ ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ കൈയിട്ട് അഥവാ അതിനകത്തേക്ക് വീണ് പോയാലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അവളുടെ കൂടെ തന്നെ നിൽക്കുന്നത്. അപ്പോൾ നമുക്കിനി ഫുഡ് കഴിച്ചാലോ? അപ്പോൾ ഞങ്ങൾ ഓർഡർ ചെയ്തത് കുഴിമന്തിയാണ്. ഇവിടുത്തെ സ്പെഷ്യൽ തന്നെ ഓർഡർ ചെയ്തു. അപ്പോൾ അതിൻ്റെ കൂടെ ഇവിടെ ഏറ്റവും സ്പെഷ്യലായിട്ടുള്ള കുഴിമന്തി തന്നെയാണ് ഞങ്ങൾ ഓർഡർ ചെയ്തത്. ഞങ്ങൾ ആദ്യമൊക്കെ വന്ന് കഴിക്കുമ്പോൾ ഉള്ള റൈസ് വേറെയായിരുന്നു. ശരിക്കുള്ള കുഴിമന്തിൻ്റെ ഒക്കെ ഒരു റൈസില്ല, പക്ഷേ ഇതിനകത്ത് കുറച്ച് വ്യത്യസ്തമാണ്. അത് ശരിക്കും പറഞ്ഞാൽ ഒരു മടുപ്പ് തോന്നത്തില്ല, കഴിക്കാൻ തോന്നും. നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ കാണുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല, പക്ഷേ എനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു. റൈസിൻ്റെ ഒക്കെ കളറൊക്കെ വേറെ രീതിയിലാണ്, നിങ്ങൾക്ക് നോക്കുമ്പോൾ തന്നെ മനസ്സിലായി കാണും. അപ്പോൾ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. ഞാനാണെങ്കിൽ പിന്നെയും കഴിക്കുന്നുണ്ട്. ഞാൻ 2 വട്ടം കഴിച്ചു. പിന്നെ ഹസ്ബൻഡ് പിന്നെയും ഓർഡർ ചെയ്തു റൈസ് മാത്രം. അപ്പോൾ കുഞ്ഞിനും ഇഷ്ടപ്പെട്ടു, കുഞ്ഞും നന്നായിട്ട് കഴിക്കുന്നുണ്ട്. അപ്പം ഞങ്ങളെല്ലാവരും നന്നായിട്ട് കഴിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാം കഴിച്ച് തീർന്ന ഇതാണിപ്പോൾ നിങ്ങൾ കാണുന്നത്. മൊത്തം അലങ്കോലാക്കിയിട്ടു. ഇനി അവർ വന്നിട്ടെല്ലാം ചെയ്യട്ടെ, എന്തായാലും മുതലാക്കണമല്ലോ. അതുകൊണ്ട് ഞങ്ങൾ നന്നായിട്ട് മുതലാക്കി ഗൈസ്. അപ്പോൾ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. കാരണം നേരത്തെ വന്ന് കഴിക്കുന്നതിനേക്കാളും കൂടുതൽ ഞാൻ ഇന്ന് കഴിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടെ നിന്ന് പോകാം എന്ന് വിചാരിച്ചു. ഭക്ഷണം എല്ലാം കഴിച്ചു, വയറ് നിറഞ്ഞു. ഇനി ഞാൻ അവിടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടി നിൽക്കുന്നുണ്ട് കേട്ടോ.
ഫോട്ടോ ഒക്കെ എടുക്കാം, എന്തേലും വന്നതല്ലേ, ഈ ഫോട്ടോസൊക്കെ എടുത്തിട്ട് അങ്ങ് പോവാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇവൻ്റെ പുറകെ ഓടലാണ് എൻ്റെ മെയിൻ പണി. അപ്പം ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി, ഞങ്ങളിനി വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ വീട്ടിൽ പോയിട്ട് അടുത്ത ഭക്ഷണം കൂടെ കഴിക്കണം. ചുമ്മാ പറഞ്ഞു കേട്ടോ. എന്തായാലും കുറച്ച് കഴിയുമ്പോൾ വിശക്കും, കാരണം ഞങ്ങൾ 8 മണിക്കല്ലേ ഭക്ഷണം കഴിച്ചത്. ഇനി ഒരു 10 കിടക്കുമ്പോൾ തന്നെ സമയം ഏകദേശം ഒരു 12 മണിയൊക്കെ ആകും. ഇവള് കിടന്ന് ഉറങ്ങണ്ടേ. ഇനി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണുന്നവരെ ടാറ്റ ബൈ ബൈ, സീ യു.